ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിൻ്റെ കള്ളക്കളി രാഹുൽ പിടിക്കുന്നുണ്ട്, രാഹുലിൻ്റെ കള്ളക്കളി മനോഹറും പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ടാലിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാഹുലിനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാവണം, മോളെയും കൊണ്ടിട്ട് അമേരിക്കയിലേക്കെന്നും പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് പോകുന്നതിൽ പേടിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ മനോഹറാണെന്നുണ്ടെങ്കിൽ പറയാണ്, ഇങ്ങനെ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് കോട്ട് വാങ്ങാം, ഇങ്ങനെ നിങ്ങളുടെ ആൻറ്റീൻ്റെ പൈസയൊന്നും ആവശ്യമില്ല, അവിടെ പോയി കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാഹുൽ എന്ന് പറയുന്നത്, മരുമോനെ വന്ന് നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മനോഹറിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയം അവിടേക്ക് ഷാരു എന്നിട്ട് പറയുന്നുണ്ട്, കോളടിച്ചല്ലോ, ഇനിയിപ്പോൾ മെയ്ഡ് ഇൻ അമേരിക്ക ആവുമല്ലോ നീ എന്നൊക്കെ പറയാണ്. അമ്മയും പോവാനായിട്ട് റെഡിയാക്കി ഇരുന്നോളെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പരസ്പരം കെട്ടിക്കെ പിടിച്ചിട്ട് സന്തോഷിക്കുകയാണ്. അങ്ങനെ നേരെ ഒരു കടപ്പുറത്തേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ ചെന്ന വശം തന്നെ മനോഹറിൻ്റെ കോളറിൽ കയറി പിടിക്കുകയാണ് രാഹുൽ. എന്നിട്ട് പറയുകയാണ്, നീ ആരാ ശരിക്കും, നിൻ്റെ ശരിക്കുള്ള പേര് നിന്നാന്ന് ചോദിക്കുന്നുണ്ട്. റിയാസ് ആണോ അല്ലെങ്കിൽ വിൽഫ്രിഡ് ആണോ, അങ്ങനെ ഓരോരുത്തരുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ പേര് മൂന്നാർ മനോഹർ എന്നാണെന്ന് പറയാണ്. അങ്ങനെ മനോഹർ മനസ്സിലാക്കിയാണ് എല്ലാ സത്യങ്ങളും രാഹുൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ പറയുകയാണ്, നീ ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു, അവരെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എല്ലാവിടെയും പോയി കല്യാണം കഴിച്ച ഒരു കുട്ടിയാകുമ്പോൾ അവരെ സ്വത്തുക്കളൊക്കെ മോഷ്ടിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നതിനല്ലേ നീ എന്ന് പറയാണ്. ഇവിടെ മാത്രം നിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞുവല്ലേ എന്ന് പറയാണ്. അങ്ങനെ അവനെ കയ്യാങ്കളിയൊക്കെ ചെയ്യുന്നുണ്ട്, തല്ലുന്നുണ്ട്. അങ്ങനെ പറയുകയാണ്, ഇനി മേലാൽ നീ എൻ്റെ വീട്ടിലേക്ക് വന്നു പോവുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രാഹുൽ വലിയ ഗമയിൽ ഇറങ്ങി പോവാണ്. ആ സമയം കാറിൻ്റെ ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോൾ കൈമ ഒന്ന് പിടിക്കുകയാണ് മനോഹർ. എന്നിട്ട് പറയുകയാണ്, അമ്മായിച്ചൻ അവിടെ പോകാൻ വരട്ടെ, ഇവിടെ നിന്ന് നിന്നേന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ താര, ആരാണ് ഈ സരയു, താരയുടെ മോൾ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടോടുകൂടിയിട്ട് നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേ, നിങ്ങൾ എന്നെപ്പറ്റി അന്വേഷിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താര വീട്ടിലേക്ക് വരുമ്പോഴേ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനും കേട്ടായിരുന്നു. അതേപോലെ ഈ കുമാരൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളവിടെ ജയിലിൽ കിടന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കുമാരനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് താരയുടെ മകളാണ് സരയുന്നുള്ളതും നിങ്ങളുടെ യഥാർത്ഥ ഭാര്യയുടെ കുഞ്ഞ് മരിച്ചു പോയെന്നും അവൾക്ക് പകരമായിട്ട് അവിടെ വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കെടുത്തത് സരയുവിനെയാണെന്നും പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ല അത് താരയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോളും അതേപോലെ ഭാര്യയും അതേപോലെ വളരെയധികം സ്നേഹമായിട്ടുള്ള നിങ്ങളെ പെങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ സത്യങ്ങൾ നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യണം. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എന്നാൽ ശരി, ഞാനിത് ആരോടും പറയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കങ്ങനെ പോകാനായിട്ട് പറ്റില്ല, പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തടഞ്ഞാൽ മാത്രമേ പോവുള്ളൂ എന്ന് പറയണം. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ മോളൊപ്പം താമസിക്കാനായിട്ട് നിൽക്കരുത്, മാറിക്കെടുക്കാനായിട്ട് പറയാണ്. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാനായിട്ട് പറയാണ്. അതിനുശേഷം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടോ എന്ന് വെച്ചിട്ട് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുകയാണ്. എൻ്റെ കൂട്ടുകാരൻ കാത്തിരിക്കുന്നുണ്ട്, അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പൈസയായിട്ട് പോവാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് കയ്യിൽ പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ പോവാണ് മനോഹർ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഷാരിയും സരയും കൂടി വർത്തമാനം പറയുകയാണ്, അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അമ്മ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാഹുൽ വരുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ അമേരിക്കയിലേക്ക് പോണ കാര്യം ഒന്നും കൂടി ചിന്തിക്കണം, അവൻ ആദ്യം പോകട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയണത്, നിങ്ങൾക്ക് എന്താ പറ്റി, ഇത്ര നാളും പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പോകണ്ടെന്ന് പറയുന്നതെന്നൊക്കെ പറയുകയാണ്. എനിക്ക് എന്തായാലും അമേരിക്കയിലേക്ക് പോകണച്ചാന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഷാരിയാണെങ്കിൽ പറയുന്നുണ്ട്, ആ താര വന്നതിന് ശേഷം ഇങ്ങേര് എന്തൊക്കെയാണ് പറയണേ പിടിക്കണേന്നൊന്നും ഒരു ബോധമില്ല എന്ന് പറയുകയാണ്. എനിക്ക് സംശയമുണ്ട്, ആ ചന്ദ്രസേനൻ്റെ പകരം ഇയാളും താരയും കുട്ടിയാണോ ഇപ്പോൾ അവൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയണം. അപ്പോൾ താരയുടെ കാര്യം പറഞ്ഞു കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് രാഹുൽ സരയുവിന് അമ്മേനെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, എന്താ അമ്മേനെ തല്ലാനായിട്ട് പോകുന്നത്, ഞാൻ അടിമുടി തീ പിടിച്ച പോലെ നിൽക്കുക, നേരത്തെ നിൻ്റെ ഈ വർത്താനം ശരിയാവില്ല എന്ന് പറയണം. അപ്പോൾ എന്തായാലും നീ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോണ കാര്യം നോക്കണ്ട പറയണം. അപ്പോൾ അച്ഛൻ എൻ്റെ അമേരിക്കത്തെ പോക്കൊന്നും തടക്കാനായിട്ട് നിൽക്കണ്ട, അമേരിക്കയിലത്തെ പോക്കൊന്നും അച്ഛൻ തടയാനായിട്ട് നിൽക്കണ്ട, ഞാൻ എന്തായാലും പോവും, എനിക്ക് വേണ്ട സഹായങ്ങൾ മദറച്ഛൻ ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ഷാരിനോട് പറയുന്നുണ്ട്, കയ്യിലുണ്ടായിരുന്ന ആ കിരണ വിട്ടിട്ടാണ് ഈ മനോഹറിൻ്റെ അടുത്ത് പോകുന്നതെന്ന്. ചേട്ടൻ ഇപ്പോൾ കുറേ വട്ടായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, നിങ്ങളുടെ കള്ളത്തരങ്ങൾ കാരണങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്, എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുകൂടെയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഷാരിയും പോകുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ സോഫയിൽ വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ കള്ളനെയാണല്ലോ ഇത്രയും നാളും മരുമാനായിട്ട് കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ അയാളെ കള്ളങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സത്യങ്ങളും പുറത്ത് വരുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ കള്ളങ്ങളും കൂടി പുറത്താവുമല്ലോ എന്നുള്ളൊരു പേടിയിലാണ് രാഹുൽ നിൽക്കുന്നത്. മോളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്, ഇനി വല്ല
കുട്ടിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ രാഹുൽ. അങ്ങനെ രാഹുലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരാഗത്തിൽ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബൈ.